പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിൽ ഫ്ലവേഴ്സ് ഇനി മുതൽ ചാനൽ നമ്പർ 10-ലായിരിക്കും ലഭ്യമാകുക. പ്രേക്ഷകർ സദയം സഹകരിച്ചാലും. കൊല്ലം ആനൂർക്കാവിൽ കാർ ഇടിച്ച് റോഡിൽ വീണ യുവതിയുടെ മേൽ അതേ വാഹനം ഓടിച്ചു കയറ്റി കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അജ്മൽ പിടിയിൽ. കാറിലുണ്ടായിരുന്ന വനിതാ ഡോക്ടർ ശ്രീകുട്ടിയെ പ്രതി ചേർക്കും. ഡോക്ടർക്കെതിരെ പ്രേരണാ കുറ്റം ചുമത്തും. വനിതാ ഡോക്ടറെ ആശുപത്രിയിൽ നിന്ന് പുറത്താക്കി. അജ്മൽ വാഹനം ഓടിച്ചത് മദ്യലഹരിയിലെന്ന് വൈദ്യ പരിശോധനാ ഫലം. പ്രതിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തു. അജ്മൽ നിരവധി കേസുകളിൽ പ്രതിയെന്ന് കൊല്ലം റൂറൽ SP KM സാബു മാത്യു പറഞ്ഞു. അത് ഇൻവെസ്റ്റിഗേഷനുള്ള കേസിൽ ഇപ്പോൾ ഒരു പ്രസ്താവന നടത്താൻ പറ്റത്തില്ല. കേസ് അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ ആണ്. ഈ സമയത്തൊന്നും പറയാൻ പറ്റത്തില്ല. കാര്യം അത് ഈ വീഡിയോ റെക്കോർഡ് എടുത്ത നാളെ കേസിന് എഗെയിൻസ്റ്റായിട്ട് വരും. അതുകൊണ്ട് ഇൻവെസ്റ്റിഗേഷനുള്ള കേസിൽ എനിക്ക് ഒന്നും വ്യക്തമായിട്ട് പറയാൻ പറ്റത്തില്ല. എന്തായാലും പോലീസ് സത്യസന്ധമായിട്ട് അന്വേഷിച്ചിട്ട് വേണ്ട ചെയ്യും. പ്രതിയാണ്, ക്രിമിനൽ കേസ് പ്രതി. ചീറ്റിംഗ് കേസുണ്ട്, പിന്നെ ചന്ദനം മോഷണ കേസൊക്കെ ഉള്ളതാണ്. കാർ അമിത വേഗത്തിലായിരുന്നുവെന്ന് ബൈക്കിൽ നിന്ന് വീണ് പരിക്കേറ്റ ഫൗസിയ പറഞ്ഞു. ഞാനൊരു സൈഡിലേക്ക് ചേട്ടത്തിയെ കാറിന്റെ ഫ്രണ്ടിലേക്കാണ് ചേട്ടത്തി പക്ഷെ എഴുന്നേറ്റ് പക്ഷെ എന്തോ പിന്നെയോ കാർ കയറി ഇറങ്ങി പോയത്. ബാലൻസ് ഇല്ലാതെ വണ്ടി വന്നത്. വണ്ടി നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രൈവ് ചെയ്താ വന്നത്. ബാലൻസ് ഇല്ലാത്ത രീതിയിൽ. വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് അരുൺരാജാണ് ചേരുന്നത്. അരുൺ, ഇപ്പോൾ ഈ ഫൗസിയ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഈ വണ്ടിയുടെ വരവിൽ തന്നെ എന്തോ പിശകുണ്ടായിരുന്നു. അത് ഏതെങ്കിലും തരത്തിലുള്ള ലഹരി ഉപയോഗിച്ചയാൾ അത് ഓടിച്ചത് കൊണ്ടാകാം. അജ്മൽ ഇപ്പോൾ കസ്റ്റഡിയിലാണ്. ഇയാൾക്ക് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എന്നും പറയപ്പെടുന്നു. ഏതൊക്കെ തരത്തിലുള്ള കേസുകളിലായിരുന്നു ഇയാൾ ഉണ്ടായിരുന്നു? ഒപ്പം തന്നെ ഈ വൈദ്യ പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കിയോ? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? വനിതാ ഡോക്ടറായ ഡോക്ടർ ശ്രീകുട്ടിയെ കൂടി ഈ കേസിലേക്ക് പ്രതി ചേർക്കുന്നു എന്നുള്ളതാണ്. വനിതാ ഡോക്ടർക്കെതിരെ പ്രേരണാ കുറ്റമാണ് ചുമത്തുന്നത്. നെയ്യാറ്റിൻകര സ്വദേശിയായ ഡോക്ടർ ശ്രീകുട്ടിക്കെതിരെയാണ് കേസെടുക്കുക എന്നുള്ളതാണ് പോലീസ് അറിയിക്കുന്നത്. അപകടത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കിയിട്ടും ഡോക്ടർ ശ്രീകുട്ടി പ്രാഥമിക ചികിത്സ നൽകാൻ തയ്യാറായില്ല എന്നതാണ് പോലീസിന്റേതായ നിഗമനം. ഈ സാഹചര്യത്തിലാണ് ശ്രീകുട്ടിയെ കൂടി പ്രതി ചേർക്കാനുള്ള തീരുമാനത്തിലേക്ക് പോലീസ് എത്തുന്നത്. നേരത്തെ മനുഷ്യാവകാശ കമ്മീഷനും ഇക്കാര്യത്തിൽ ഡോക്ടറുടെ ഭാഗത്തുനിന്നുണ്ടായത് ഗുരുതരമായ വീഴ്ചയാണെന്നും മനുഷ്യാവകാശ കമ്മീഷൻ ഇത് ഞെട്ടിച്ചുവെന്നും വിലയിരുത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് പോലീസ് ഒരു ഗുരുതരമായ സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ഡോക്ടർക്കെതിരെ കൂടി കേസിലേക്ക് പ്രതി ചേർക്കാനുള്ള തീരുമാനത്തിലേക്ക് കടന്നിരിക്കുന്നത്. നിലവിൽ വനിതാ ഡോക്ടറായ ഡോക്ടർ ശ്രീകുട്ടി അതുപോലെ തന്നെ വാഹനം ഓടിച്ച അജ്മൽ ഇരുവരെയും ഈ കേസിലേക്ക് പ്രതി ചേർക്കാനുള്ള തീരുമാനമാണ് പോലീസ് കൈക്കൊണ്ടിട്ടുള്ളത്. അജ്മലിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമായിരിക്കും കേസ് രജിസ്റ്റർ ചെയ്യുക. ഈ അപകടത്തിന്റെ വ്യാപ്തി അറിഞ്ഞിട്ടും വാഹനം നിർത്താൻ അജ്മൽ തയ്യാറായില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇക്കാര്യത്തിൽ CCTV ദൃശ്യങ്ങൾ ഇത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. മറ്റൊന്ന് അജ്മലിന്റെ ക്രിമിനൽ പശ്ചാത്തലമാണ്. അജ്മൽ നേരത്തെ ക്രിമിനൽ കേസുകളിൽ പ്രതിയായിരുന്നുവെന്നും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തങ്ങളുടെ പക്കലുണ്ട് എന്ന കാര്യം കൂടി പോലീസ് ഇപ്പോൾ സ്ഥിരീകരിച്ചു. കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ മാത്രം ചീറ്റിംഗ് കേസുകളടക്കം അജ്മലിനെതിരെ നിലവിലുണ്ട്. നേരത്തെ ശ്രീകുട്ടിയിൽ നിന്നും, അതായത് ഈ ഡോക്ടറിൽ നിന്നും സ്വർണ്ണാഭരണങ്ങളും അതുപോലെ തന്നെ പണവും അജ്മൽ കൈക്കലാക്കിയിരുന്നു. ഈ ബന്ധമാണ് പിന്നീട് സൗഹൃദത്തിലേക്ക് മാറിയതെന്നും ഈ സൗഹൃദം പിന്നീട് കഴിഞ്ഞ ദിവസം വരെ എത്തി നിന്നുവെന്നുമാണ് പോലീസിന്റേതായ വിലയിരുത്തൽ. ഇരുവരും കഴിഞ്ഞ ദിവസം മദ്യപിച്ചിരുന്നതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ മദ്യപിച്ചതിനു ശേഷമാണ് വാഹനത്തിൽ ഇരുവരും ഈ റോഡിലൂടെയുള്ള സഞ്ചാരം തുടർന്നത്. അതാണ് ഫൗസിയ പറഞ്ഞത്. തങ്ങളുടെ മുമ്പിലേക്ക് ഈ വാഹനം എത്തുമ്പോൾ അമിത വേഗതയിൽ അലക്ഷ്യമായാണ് വാഹനം എത്തിയത് എന്നുള്ളതാണ്. ഇത് സാക്ഷ്യപ്പെടുത്തുന്ന വിവരങ്ങളാണ് നിലവിൽ ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുള്ളത്. വൈദ്യപരിശോധനാ റിപ്പോർട്ടിലും ഇക്കാര്യങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ശരി, അരുൺരാജാണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.